ഹലോ, നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ, ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേൾക്കൊണ്ടിരിക്കുന്നത് വൈഗ IPS എന്ന ത്രില്ലർ സസ്പെൻസ് റൊമാൻസ് നോവലിൻ്റെ 10ാമത്തെ അധ്യായമാണ്. ഈ നോവലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സത്യദാസ് നിറഞ്ഞു വരുന്ന കണ്ണുനീരിലൂടെ കണ്ടു. നനയുന്ന ചില്ലിനപ്പുറത്ത് കാണുന്നത് പോലെ ഒരു രൂപം. ദേവിക പോകാനായി തിരിഞ്ഞു. വാതുക്കലെത്തിയപ്പോൾ പിന്നിൽ നിന്നും വിളി. ദേവു. അവർ തിരിഞ്ഞു നോക്കി. വൈഗ. ദേവികയ്ക്ക് കരച്ചിൽ വന്നു. മക്കളെ നമ്മൾ ഒരുപാട് സ്നേഹിച്ചു, അളവിലധികം. മക്കൾക്ക് വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴേ അവർ സ്നേഹിക്കൂ. കൊടുക്കുന്നതിൻ്റെ അളവൊന്ന് കുറഞ്ഞാൽ നമ്മൾ അധികപ്പറ്റാവും. സത്യേട്ടാ, നീ എന്താ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല, സത്യദാസ് പറഞ്ഞു. അവൾക്ക് പുതിയ നിയമനമായി, നമ്മുടെ ഈ കേസ് അന്വേഷിക്കുന്ന പുതിയ ഓഫീസറായിട്ട്. സ്പെഷ്യൽ ഓഫീസർ. ഒരു സ്ഫോടനം പോലെ സത്യദാസ് നടുങ്ങി. അച്ഛൻ്റെ കുറ്റപത്രം ഇനി അവളാകും എഴുതുക. ദേവിക മുറിക്ക് പുറത്തേക്കിറങ്ങി. സത്യദാസ് നിശ്ചലനായി നിന്നു. അച്ഛൻ്റെ കുറ്റപത്രം ഇനി അവളാകും എഴുതുക. തലച്ചോറിന് പോലും തീപിടിക്കുന്നത്ര പരവശത തോന്നി സത്യദാസിന്. അയാൾക്ക് വീണ്ടും തോന്നി പാദങ്ങൾക്ക് മന്തുണ്ടെന്ന്. ഇഴഞ്ഞും വലിഞ്ഞും തിരിഞ്ഞു നടന്നു 5ാം ബ്ലോക്കിലേക്ക്. തൻ്റെ പായ വിരിച്ചിട്ട പോലെ തന്നെയുണ്ട്. അതിൻ്റെ ഓരത്ത് വെച്ച ചോറ് പ്ലേറ്റിൽ ആവി അടങ്ങിയിരിക്കുന്നു. തണുത്തു തുടങ്ങുന്നു. ഇത് വേണം രാത്രിയിൽ കഴിക്കാൻ. അതോർത്തപ്പോഴേ ഡോക്ടർക്ക് മനം തികട്ടി. അയാൾ നിവർത്തിയിട്ട പായിലേക്ക് കമഴ്ന്നു വീണു. ദേവികയെ വിട്ടിട്ട് ഗേറ്റടച്ച് പൂട്ടി കിച്ചൺ ബ്ലോക്കിലേക്ക് പോവുകയായിരുന്നു ഗാർഡ് മനോഹരൻ. സാറേ. അപ്പോഴാണ് വിളി. 8ാം ബ്ലോക്കിൽ നിന്നാണ്. ഉടുമ്പിയോസ്. മിനിയാന്ന് വന്നതാണ്. ഒരു സ്ഥിരം കുറ്റവാളി. ഇടയ്ക്ക് ജാമ്യം കിട്ടും. അധികം വൈകാതെ എന്തെങ്കിലും കേസിൽപ്പെട്ട് വീണ്ടും അകത്താകും. എന്താടാ? ഗാർഡ് ഗൗരവത്തിൽ ചോദിച്ചു. സാറേ, ആ ഡോക്ടറെ കാണാൻ വന്ന ഒരു ഉഗ്രം പീസാണല്ലോ. ചോറും വാങ്ങി വരുമ്പോൾ ഒരു നോക്ക് ഞാൻ കണ്ടു. എവിടുന്നാ സാറേ വരവ്? എവിടുന്നും അല്ല, അത് അയാളെ കെട്ടിയോളാ. വീട്ടിൽ നിന്ന് വന്നതാ, അയാളെ പറഞ്ഞു. ഓ, വീട്ടിൽ കിടന്ന് ഒറ്റയ്ക്ക് കിടന്നിട്ടേ ഉറക്കം വന്ന് കാണുകയല്ല, അതിനിറങ്ങിയതായിരിക്കും, ജോസ് പറഞ്ഞു. നിർത്തടാ, എന്നിട്ട് നീ നിൻ്റെ കാര്യം നോക്ക്. ഗാർഡ് ഗൗരവപ്പെട്ടു. ആ സ്ത്രീ കുടുംബത്തിൽ പിറന്നതാ. ജയിലിൽ കിടക്കുന്ന കെട്ടിയനെ പുറത്തിറക്കാൻ വഴിയുണ്ടോയെന്ന് നോക്കി വന്നതാ. ഉവ്വ. ഉടുമ്പ് ജോസ് തലചൊറിഞ്ഞു പിന്മാറി. ഗാർഡ് സാറിന് അല്പം ഒന്ന് ചൊടിപ്പിച്ചതുകൊണ്ട് ജോസ് അറിയേണ്ടതറിഞ്ഞു. അയാൾ മെല്ലെ തൻ്റെ പായ്ക്കരികിലേക്ക് ചെന്നു. വലിയ പ്ലേറ്റിലുള്ള ചോറിൻ്റെ അപ്പുറത്ത് ആരും കാണാതെ മഗ്ഗിനടിയിൽ ഓഫ് ചെയ്ത് വെച്ച മൊബൈൽ എടുത്ത് ഓണാക്കി. അതിൽ പ്രസാദ് പത്തനാടൻ്റെ നമ്പർ എടുത്തു. സാറേ, കാര്യം ഉടനെ നിർത്തണം, അല്ലെങ്കിലേ കിളി കൂട് വിട്ടു പോകും, ജോസ് പിറുവിറുപ്പ് പോലെ പറഞ്ഞു. ഒരാളും കേൾക്കാതെ. കേട്ടാലും റൂമിലുള്ള മറ്റ് തടവുകാർ ജോസിനെ എതിർക്കില്ല, ഒറ്റുകയില്ല. എന്താടാ? പത്തനാടൻ ചോദിച്ചു. അയാളുടെ കെട്ടിയോട് വന്നിരുന്നു. അയാളെ ജാമ്യത്തിലിറക്കാൻ പോവുക. അത് നടക്കരുത്, പത്തനാടൻ കർക്കശമായി പറഞ്ഞു. ഞാൻ എന്നാ വേണം സാറേ? പറ. 3 ദിവസമായി ഇതിനായി ഇവിടെ വന്നിട്ട്. എൻ്റെ കൈ ധരിക്കുക, ജോസ് പറഞ്ഞു. തക്കം കിട്ടിയാ ചെയ്തോ, പത്തനാടൻ പറഞ്ഞു. കൊന്നേക്കട സാറേ. കൊല്ലാമെങ്കിൽ കൊന്നോ, പുറത്ത് ഞാനുണ്ട്. പോരെ? പോരാ, തുക 3 ഇരട്ടി കിട്ടണം. ഏറ്റോ? ഏറ്റു. ഉടുമ്പ് ജോസ് ശബ്ദമില്ലാതെ ചിരിച്ചു. അധ്യായം 19. അമ്പാടിയിലെ തൻ്റെ മുറിയിലായിരുന്നു വൈഗ. ലാപ്ടോപ്പിൽ ചില അർജൻ്റ് മെയിലുകൾ അയക്കുകയായിരുന്നു അവൾ. അപ്പോഴാണ് വിൽസൺ തോമസിൻ്റെ കോൾ വന്നത്. ഓപ്പറേഷൻ സക്സസ് അല്ലേടാ? ഗൗരവം കലർന്ന ചിരിയോടെ SP ചോദിച്ചു. സക്സസ് എന്ന് പറയാറായിട്ടില്ല സാർ, വൈഗ പറഞ്ഞു. ആ പെൺകുട്ടി വല്ലാത്ത പിടിവാശിയിലാണല്ലോ. അതെ സാർ, അത് പക്ഷെ കുറ്റവാളിയുടെ സഹോദരി എന്ന നിലയിലല്ല, എന്നോടുള്ള വാശിയാണ് അവൾക്ക്.
വൈഗ ശാന്തമായി തുറന്നു. 2 ആഴ്ച മുമ്പ് വരെ ഒരു പ്ലേറ്റിൽ നിന്നും ആഹാരം കഴിച്ചവരല്ലേ അവളും ഞാനും. ഇടയ്ക്ക് പെട്ടെന്നുണ്ടായ മാറ്റം പൂർണ്ണമായും അവൾ ഉൾക്കൊണ്ടിട്ടില്ല. അതുകൊണ്ടാണ് എന്നോട് ഈ സ്വാതന്ത്ര്യവും ദുശാഠ്യവും. SP മൂളി. അവൾ ലോക്കപ്പിലായാൽ അവൻ പുറത്തു വരുമെന്ന് ഉറപ്പാണ് സർ. ഒപ്പം അങ്കിളും ആൻറ്റിയും വരും. വെയിറ്റ് ആൻഡ് സീ, SP പറഞ്ഞു. സർ, ഫോൺ കട്ടായി. ചെയ്തിരുന്ന വർക്ക് തീർന്നതോടെ വൈഗ എഴുന്നേറ്റ് മുറുക്കി പുറത്തേക്ക് വരുമ്പോൾ മുറ്റത്ത് ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. അവൾ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെന്നു. അപ്പോൾ സിറ്റൗട്ടിൽ നിന്നും ഹാളിലേക്ക് വരികയായിരുന്നു ദേവിക. അമ്മ എവിടെ പോയി? വൈഗ ചോദിച്ചു. ദേവിക മറുപടി പറയാതെ മുമ്പോട്ട് നീങ്ങി. അമ്മ നിൽക്ക്. വൈഗ ദേവികയുടെ തോളിൽ പിടിച്ചമർത്തി. എവിടെ പോയെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. അവളുടെ ശബ്ദത്തിൽ ഗൗരവം കലർന്നിരുന്നു. എന്താ? പറഞ്ഞില്ലെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യുമോ? ദേവിക വൈഗയ്ക്ക് അഭിമുഖമായി വെട്ടിത്തിരിഞ്ഞു നിന്നു. വൈഗ അമ്മയുടെ മിഴികളിലേക്ക് നോക്കി. സ്നേഹവും ശാന്തതയും മാത്രം നിറഞ്ഞു നിന്നിരുന്ന മിഴികളാണ്. ഇപ്പോൾ അതിനുള്ളിൽ തീയാണ്. ചോദിച്ചത് കേട്ടില്ലേ? സത്യേട്ടനെ അറസ്റ്റ് ചെയ്തതുപോലെ എന്നെയും അറസ്റ്റ് ചെയ്യുമോയെന്ന് ദേവിക ശബ്ദമുയർത്തി. അച്ഛൻ കുറ്റം ചെയ്തയാളാണ്. അമ്മ അങ്ങനെ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ, വൈഗ പറഞ്ഞു. എന്നാൽ ഞാനും എന്തെങ്കിലും കുറ്റം ചെയ്യും. അപ്പോൾ പിന്നെ നിനക്ക് എളുപ്പമായല്ലോ. ദേവിക അതേ ഭാവത്തിൽ തന്നെ തുടർന്നു. അറസ്റ്റ് ചെയ്, ഞങ്ങൾ ഒരുമിച്ച് ജയിലിൽ കിടന്നോളാം. നിനക്കത് നല്ലതല്ലേ? നിന്റെ കരിയർ ഗ്രാഫ് ഉയർന്നോളും. സ്വന്തം അച്ഛനായാലും അമ്മയായാലും മുഖം നോക്കാതെ ശിക്ഷിക്കുന്നവളും. ദേവിക പുച്ഛിച്ചു. അമ്മേ, വൈഗയുടെ നെഞ്ച് മുറിഞ്ഞുപോയി. ഇത്രയ്ക്കൊക്കെ പറയാൻ ഞാൻ എന്താ അമ്മ ചെയ്തത്? എൻ്റെ കരിയർ ഗ്രാഫ് ഉയർത്താനാണോ ഞാൻ അച്ഛനെ അറസ്റ്റ് ചെയ്തത്? അവളുടെ മിഴികൾ തുളുമ്പി. ദേവിക അത് കണ്ടു. ദേവികയുടെ മനസ്സിൽ ഭർത്താവിൻ്റെ രൂപം തെളിഞ്ഞു. ചൂടുകൊണ്ട് പൊള്ളുന്ന പ്ലേറ്റിൽ കുന്നുപോലെ ചോറും കറികളും. കൈപൊള്ളി പിടിക്കാതിരിക്കാൻ ഉടുമുണ്ടിൻ്റെ അറ്റം പൊക്കി തടപിടിച്ചുള്ള നിൽപ്പ് ഞാൻ കണ്ടു. ദേവിക വിതുമ്പി. ക്യൂ നിന്ന് ചോറ് വാങ്ങിക്കൊണ്ടുള്ള ആ വരവ്, നിറഞ്ഞു നിൽക്കുന്ന ആ കണ്ണുകൾ, ആ നെഞ്ചിലാളുന്ന തീയ്, എല്ലാം ഞാൻ കണ്ടു. അമ്മ സബ് ജയിലിൽ പോയല്ലേ? വൈഗ ചോദിച്ചു. പോയി. അത് വേണ്ടായിരുന്നു. പോയതുകൊണ്ട് എല്ലാം എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ടിനി എന്താ പ്രയോജനം? പ്രയോജനമോ? സങ്കടത്തിന് മീതെ ദേവികയുടെ മുഖത്ത് പെട്ടെന്നൊരു രൗദ്രഭാവം വന്നു. ഞാൻ രക്ഷിക്കും ആ മനുഷ്യനെ. അതിനുള്ളിൽ കിടന്ന് നരകിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പുറത്തിറക്കും. പുറത്തിറക്കിയാലും നിയമം അച്ഛനെ പിന്തുടരും അമ്മേ. വൈഗ ശാന്തയായി. നിയമത്തിന് ഞാൻ വിട്ടുകൊടുക്കില്ല. ദേവിക ശബ്ദമുയർത്തി. ഇനി ഇങ്ങനെ നരകിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിവൃത്തികേട് വന്നാൽ ഞാൻ തന്നെ കൊല്ലും. എന്നിട്ട് കൂടെ ഞാനും മരിക്കും. പോരെ? നെഞ്ചിടിപ്പോടെ വൈഗ അമ്മയെ തറപ്പിച്ചു നോക്കി. അമ്മ ഇപ്പോൾ കൊല്ലപ്പെട്ട 2 മക്കളേക്കാൾ, ജീവിച്ചിരിക്കുന്ന ഈ എന്നേക്കാൾ അച്ഛനെ സ്നേഹിക്കുന്നു അല്ലേ? അവൾ ചോദിച്ചു. ഒരിടിമുഴക്കം. ദേവികയുടെ നെഞ്ചിനുള്ളിലേക്ക് ആ ചോദ്യം ഒരാഘാതമായി പതിച്ചു. തട്ടിയെറിഞ്ഞതുപോലെ അവർ സ്വന്തം മുറിയിലേക്ക് ഓടിക്കയറി വാതിൽ വലിച്ചടിച്ചു. മോളെ! പിന്നിൽ നിന്നും അലിവുയരുന്ന ഒരു വിളി. വൈഗ തിരിഞ്ഞു നോക്കി. ഈശ്വരി അമ്മയാണ്. നീ അങ്ങനെയൊന്നും അവളോട് ചോദിക്കരുതായിരുന്നു മോളെ, അവർ പറഞ്ഞു. വൈഗ മിണ്ടിയില്ല. നിനക്ക് വേണ്ടി മാത്രമാണ് അവളിപ്പോൾ ജീവിക്കുന്നത്. ഈശ്വരി തുറന്നു. 2 മക്കൾ ഒരുമിച്ച് നഷ്ടപ്പെടുന്ന ഒരു അമ്മയുടെ സങ്കടം, അത് ഈ ലോകത്തെ വലിപ്പത്തേക്കാൾ വലുതാണ്. അവർ കൊച്ചുമകളുടെ കൈത്തലം പിടിച്ചെടുത്തു. പിന്നെ ഭർത്താവ്, കുറ്റവാളിയായ സ്വന്തം ഭർത്താവ് ജയിലിൽ കിടക്കേണ്ടി വരിക. ഒരു സ്ത്രീയും അത് ആഗ്രഹിക്കില്ല. ആ സങ്കടം 3 ലോകത്തേക്കാൾ വലുതാണ്. നിന്റെ അമ്മ ഈ സങ്കടങ്ങളെല്ലാം ഇപ്പോൾ ഒരുമിച്ച് അനുഭവിക്കുന്നവളാണ്. പാവം. അവളെ നീ കുറ്റപ്പെടുത്തരുത്. കുറ്റപ്പെടുത്തിയ ദൈവം പോലും പൊറുക്കില്ല മോളെ. ദൈവം പുറത്തില്ലെങ്കിൽ പിന്നെ എന്താ അമ്മേ? ഈശ്വരിയോടൊപ്പം ഹാളിലേക്ക് വന്നെന്ന സാവിത്രി പറഞ്ഞു. അവരുടെ ഉള്ളിലിരിപ്പ് സാധിക്കാമല്ലോ. വൈഗ സാവിത്രിയുടെ നേർക്ക് മുഖം തിരിച്ചു. അല്ലമ്മേ, മജിസ്ട്രേറ്റിൻ്റെ മകനുമായിട്ടുള്ള കല്യാണം നടത്താൻ സ്വന്തം അച്ഛൻ്റെ ജാമ്യം തടയേണ്ടെന്ന് പറയുമായിരുന്നു, സാവിത്രി ആക്ഷേപത്തോടെ പറഞ്ഞു. അതിനവള് സത്യൻ്റെ ജാമ്യം തടഞ്ഞെന്ന് നിന്നോടാരാ പറഞ്ഞ്? ഈശ്വരിയുടെ നെറ്റി ചുളിഞ്ഞു. വൈഗ ഒരക്ഷരം മിണ്ടിയില്ല.
ആരേലും പറയണോ? സാവിത്രിക്ക് അരിശം വന്നു. ജാമ്യമെടുക്കാൻ ശ്രമിക്കാതിരുന്നാൽ മതിയല്ലോ. ഫലമൊന്നല്ലേ? ആർക്കാ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം മനസ്സിലാകാത്തത്? നീ ഇങ്ങനെ ചുമ്മാ ഉപദേശിക്കാനും മനസ്സിലാക്കാനോ ഒന്നും നിൽക്കല്ലേ സാവിത്രി. ഈശ്വരിക്ക് ദേഷ്യം വന്നു. ഈ അമ്മ എപ്പോഴും ഇങ്ങനെയാ, പെറ്റ മക്കൾക്ക് പാരയാ. സാവിത്രിക്ക് കലി വന്നു. ചുമ്മാതല്ല, ചാകാണ്ട് ദൈവം എങ്ങനെ ഇട്ടേക്കുന്നേ. അച്ഛനെ കണ്ടില്ലേ? നല്ല മനസ്സായിരുന്നു. എന്നോടും സതിയോടുമായിരുന്നു കൂടുതൽ സ്നേഹം. ഇതൊന്നും കാണാനും കേൾക്കാനും സങ്കടപ്പെടാനും നിൽക്കാണ്ട് നേരത്തെ പോയില്ലേ? സാവിത്രി അമ്മയെ നോക്കി തുടർന്നു. ഇതാ കണ്ടില്ലേ, ഉടനെ എങ്ങും ചാകുകയല്ല, അനുഭവിക്കാൻ ഇനിയും കിടക്കുന്നേ ഉള്ളൂ. അതേടി, ഞാനിത് മുഴുവൻ അനുഭവിച്ചിട്ടേ ചാകുന്നുള്ളൂ. ഒടേതമ്പുരാന് ഞാനങ്ങനെ എഴുതി ഒപ്പിട്ട് കൊടുത്തേക്കുക. നീ നിൻ്റെ പാട് നോക്കി പോയാട്ടെ. ശബ്ദം കേട്ട് അടുക്കളപ്പണിയിലായിരുന്ന മേരി എത്തി നോക്കുക കൂടി ചെയ്തോടെ സാവിത്രി തറയിലാഞ്ഞ് ചവിട്ടി അരിശം തീർത്ത് അകത്തേക്ക് പോയി. ഈശ്വരിയും കണ്ടു മകളുടെ ആ പോക്ക്. അവർ അത് ചിരിച്ചു തള്ളിയിട്ട് വൈഗയുടെ കയ്യിൽ പിടിച്ച് സ്നേഹത്തോടെ തലോടി. മോൾ ഇതൊന്നും കേട്ട് വിഷമിക്കല്ലേ. പെൺമക്കളായി എനിക്ക് 2 എണ്ണം ജനിച്ചു. വെറും പോത്തുകളാ രണ്ടും. അവർ പറഞ്ഞോട്ടെ അച്ഛമ്മേ. ഒരു സമുദ്രത്തോളം സങ്കടം നെഞ്ചിലടക്കിപ്പിച്ചുകൊണ്ട് വൈഗ പറഞ്ഞു. അല്ലെങ്കിലും എനിക്കിപ്പോൾ എന്ത് കേട്ടാലും ഒരു വിഷമവും വരില്ല അച്ഛമ്മേ. പറഞ്ഞിട്ട് പോകാൻ തിരിയുമ്പോഴാണ് സോഫയ്ക്ക് മേലിരുന്ന അവളുടെ മൊബൈൽ ശബ്ദിച്ചത്. മെസ്സേജ് വന്നതാണ്. മൊബൈലെടുത്ത് സ്റ്റെയർ കേസിന് നേർക്ക് നടക്കുന്നതിനിടയിൽ വൈഗ മെസ്സേജ് പരിശോധിച്ചു. എന്നെ മറന്നോ? കാർത്തി. സമുദ്രത്തോളം സങ്കടത്തിന് മീതെ ഒരു കൈനിറയെ തീർത്ഥവും തുളസിക്കതിരും വീണ നിർവൃതി. എന്നെ മറന്നോ എന്ന് കാർത്തികിൻ്റെ ചോദ്യം. പരിഭവത്തിന് സ്നേഹത്തിനുമൊപ്പം സങ്കടം നിറഞ്ഞ ചോദ്യം. ഇന്നലെ കോഴിക്കോട്ട് സീന ജെയിംസിൻ്റെ വീട്ടിൽ നിന്നപ്പോൾ കാർത്തിക് വിളിച്ചതാണ്. വീട്ടിൽ നിന്നും പിണങ്ങിപ്പോന്നു എന്ന് പറഞ്ഞതാണ്. തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു, ചെല്ലാമെന്നും പറഞ്ഞു. രണ്ടിനും കഴിഞ്ഞില്ല. അതിനേക്കാൾ വലിയ കാര്യങ്ങളിൽ അകപ്പെട്ടു പോയില്ലേ. ആളിന് ക്ഷമ കെട്ട് കാണും. അവൾ ആ അക്ഷരങ്ങളെ താലോലിച്ചു, ഒരു കുഞ്ഞിനോടുള്ള വാത്സല്യത്തോടെ. എന്നിട്ട് റിപ്ലൈ ചെയ്തു, മറക്കാനായി ഒരു മറുജന്മം വേണം. പെട്ടെന്ന് ഒരു ഉത്തേജക മരുന്ന് കഴിച്ച് നിർവൃതിയോടെ വൈഗ കാറിൻ്റെ കീയുമായി മുറ്റത്തേക്ക് ഇറങ്ങി. കാർ ഇറക്കി ടൗണിലെത്തിയപ്പോൾ ഫോണിൽ കാർത്തികിനെ വിളിച്ചു. ഇപ്പോൾ എവിടെയാണ്? YMCAയിൽ, കാർത്തിക പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, എപ്പോഴാണ് കാണുക? ഇപ്പോൾ വരികയാണ്. YMCAയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വണ്ടി നിർത്തിയിട്ട് കാത്തിരിക്കുകയായിരുന്നു കാർത്തിക്. സന്ധ്യയുടെ ഇരുൾ പുറത്തുണ്ടെങ്കിലും അകത്തില്ല. ആളൊഴിഞ്ഞ കോണിൽ 2 പേർക്കും മാത്രം ഇരിപ്പിടമുള്ളിടത്തായിരുന്നു കാർത്തിക്. നേരിയ കസവു ലൈനുള്ള കറുത്ത കരയൻ ഡബിൾ മുണ്ടും വെള്ളയിൽ കറുപ്പ് പ്രിൻറ്റുമുള്ള ഷർട്ടുമായിരുന്നു വേഷം. അയാൾക്കെതിരെ അവളിരുന്നു. റോസ് പ്രിൻ്റുള്ള കോട്ടൺ സാരിയിൽ വൈഗയുടെ ഭംഗി ഇരട്ടിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് കാർത്തിക് മൊബൈലെടുത്തു. പിന്നെ അവളയച്ച മെസ്സേജ് ഓപ്പൺ ചെയ്ത് കാട്ടിക്കൊണ്ട് പറഞ്ഞു, ഈ ചെറിയ വാചകം അതെൻ്റെ ഞരമ്പുകളിൽ ഊർജമായി നിറഞ്ഞു. ഭാഗ്യം. അവൾ ചിരിച്ചു. തമ്മിൽ കാണുമ്പോൾ എന്നോട് ദേഷ്യപ്പെടുന്ന ഞാൻ കരുതിയത്. എന്തിന്? ഞാൻ വിളിക്കാത്തതിന്, വരാത്തതിന്. എടോ, തൻ്റെ തിരക്ക് എനിക്കറിയില്ലടോ. അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അവൾ ചിരിച്ചു. കാർത്തിക് വെയിറ്ററെ വിളിച്ച് ചായക്കുള്ള ഓർഡർ നൽകി. വൈഗ അവനെ ശ്രദ്ധിച്ചു. സ്മാഷുക്കൾ വളർന്നു തുടങ്ങുന്ന മുഖം, മുഖത്തും കണ്ണുകളിലും ബാക്കി നിൽക്കുന്ന വേദന. കാർത്തിക് വല്ലാതെ ഡള്ളാണല്ലോ. വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടവൻ്റെ വേദന. അതിൻ്റെ പ്രതീകമാണ് ഈ പുതിയ കോലം, കാർത്തിക് പറഞ്ഞു. അച്ഛന് പിടിവാശിയ വൈഗ. മകൻ്റെ ജീവിതത്തെക്കാൾ അച്ഛന് വലുത് അച്ഛൻ്റെ വാക്കാണ്. മജിസ്ട്രേറ്റാണ്, വാക്കുകൾ മാറ്റി പറയരുതല്ലോ. വീട് അച്ഛൻ്റെ കോടതിയല്ല, വീട്ടിലുള്ളവർ കുറ്റം ചെയ്ത പ്രതിയുമല്ല. ഒക്കേക്കും കാരണം ഞാനാണല്ലേ, വൈഗ പറഞ്ഞു. താനല്ല, അച്ഛൻ്റെ പിടിവാശി. എന്നാലും വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ കാർത്തികിൻ്റെ പദവിക്ക് മോശമല്ലേ. താടിക്ക് തീ പിടിക്കുമ്പോഴാരാ പദവി നോക്കുന്നത്? കാർത്തിക് വെറുതെ ചിരിച്ചു. എന്തായാലും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഒറ്റയ്ക്കായി. സത്യത്തിൽ എനിക്കൊരു കൂട്ട് വേണ്ടത് ഇപ്പോഴാണ്. വൈഗ അമ്പരന്ന് നോക്കി. തൻ്റെ പ്രശ്നങ്ങളെ എനിക്കറിയാനിട്ടല്ല,
ഉടനെ കൂട്ടുവരാൻ തനിക്ക് കഴിയില്ലെന്നും അറിയാം. പക്ഷെ ആഗ്രഹിക്കുന്നതിന് ഛേദമില്ലല്ലോ. അപ്പോൾ അയാൾ അപ്പോഴും വെറുതെ ചിരിച്ചു. രശ്മിയുമായുള്ള വിവാഹ പ്രശ്നം അച്ഛനുമായി തെറ്റാൻ കാരണം അതാണ്. രശ്മിയോട് ഞാനെല്ലാം തുറന്നു പറഞ്ഞു. വിവാഹത്തിൽ നിന്നും പിന്മാറി. അച്ഛനത് ഷെയിമായി. അച്ഛനോട് എനിക്ക് സ്നേഹവും ആദരവുമുണ്ട്. പക്ഷേ എൻ്റെ വ്യക്തിത്വം, ജീവിതം അതൊക്കെ അച്ഛനേക്കാൾ വലുതല്ലേ. വെയിറ്റർ ട്രേയിൽ ടീ ബാഗ് ഇട്ട 2 കപ്പ് പാലും വെള്ളം കൊണ്ടുവന്ന് വെച്ചു. പഞ്ചസാരയും ക്യൂബുകളും. ഒരു കപ്പിൽ ക്യൂബുകളിട്ട് ടീ ബാഗിൻ്റെ നൂലിൽ പിടിച്ച് പൊക്കിയും താത്തിയും വൈക ചായക്ക് കടുപ്പം കൂട്ടി. അത് കാർത്തികിൻ്റെ അടുത്തേക്ക് നീക്കി വെച്ചുകൊണ്ട് അവൾ മെല്ലെ പറഞ്ഞു, ഇത് ശ്രീരാമൻ കേൾക്കണ്ട. ശ്രീരാമനോ? കാർത്തികിന് മനസ്സിലായില്ല. സ്വന്തം കപ്പിലെ ടീ ബാഗ് ഒലിച്ച് പാലിൽ ചായ നിറം കലരുന്നത് ശ്രദ്ധിച്ച് അവൾ പറഞ്ഞു, തേത്രയുഗത്തിലെ ശ്രീരാമനെ. അച്ഛനു വേണ്ടി രാജ്യവും കിരീടവും ഉപേക്ഷിച്ച കാട്ടിൽ പോയ ആളാണ്. അച്ഛനേക്കാൾ വലുതായിരുന്നില്ല ഒന്നും. രാജ്യവും കിരീടവുമൊക്കെ ഞാനും ഉപേക്ഷിക്കാം. പക്ഷെ എൻ്റെ അച്ഛൻ പറഞ്ഞത് എൻ്റെ പെണ്ണിനെ ഉപേക്ഷിക്കാനാണ്. ശ്രീരാമനോട് അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കാർത്തിക് ചോദിച്ചു. വൈക അത് കേട്ട് മൃദുവായി ചിരിച്ചുകൊണ്ട് ചായ സിപ്പ് ചെയ്തു. കാർത്തിക് ചന്ദ്രൻ കൈനീട്ടി ടേബിളിന് മേലിരിക്കുന്ന അവളുടെ വെളുത്തു മെലിഞ്ഞ സുന്ദരമായ വിരലിന്മേലൊന്ന് തിരുട്ടു തൊട്ടു. വൈക ചുറ്റുമൊന്ന് നോക്കി. അരണ്ട വെളിച്ചമേ ഉള്ളൂ. അവിടെ ഇരിക്കുന്ന ആരും ശ്രദ്ധിക്കുന്നില്ല. എന്നിട്ട് കൈത്തലം പിൻവലിച്ചുകൊണ്ട് അവൾ ചോദിച്ചു, ഞാൻ എന്താ വേണ്ടത്? കാർത്തിക് പറയും. നാളത്തെ ഡേ ടൈം എനിക്ക് തരാൻ പറ്റുമോ? മുഴുവൻ തരാൻ പറ്റില്ല, അല്പം പോരെ? പോരാ, മുഴുവൻ വേണം. വൈക വിഷമത്തോടെ പറഞ്ഞു. ഞാനിപ്പോൾ പഴയതുപോലെ ലീവിലല്ല. എന്നെ ഇങ്ങോട്ട് വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൽ നിയമിക്കാൻ ഓർഡറായി. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി. ഞാൻ ചാർജ് എടുത്തു കഴിഞ്ഞു. ഓ, ഗുഡ് ന്യൂസ്. കാർത്തികിന് സന്തോഷമായി. നാളെ കുറേ അത്യാവശ്യ ഡ്യൂട്ടിയുണ്ട്, അതാണ്. എന്താ, എവിടെയെങ്കിലും എത്തിയോ? ഒന്നും പൂർണ്ണമല്ല കാർത്തിക്. ഒരു തുമ്പും കിട്ടരുതാത്ത വിധം അത്ര വിദഗ്ധമായിട്ടുള്ള കൊലപാതകമാണ്. പലരെയും ക്ലിയറായി സംശയിക്കാനുണ്ട്, പക്ഷെ ഒരാളിലും എത്തുന്നില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഞങ്ങൾ സഞ്ചരിക്കുന്ന ട്രാക്ക് കറക്റ്റാണ്. എന്താണ് പുതിയ ട്രാക്ക്? അഖിൽ ദയയുടെ വുഡ് ബി ആയിരുന്നു. അതെ. അപ്പോൾ കള്ളൻ കപ്പലിൽ തന്നെയല്ലേ? അതാണ് കാർത്തികേൻ്റെ സങ്കടം. കണ്ണുകൾ തുറന്നു വെച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ പറ്റില്ല. കണ്ണുകൾ പൂർണ്ണമായും അടയ്ക്കണം. അവളുടെ മിഴിത്തുമ്പിലെ നനവിൽ നീല ബൾബിൻ്റെ വെളിച്ചം കലർന്നു. സ്വന്തം വീട്ടിൽ നിന്ന് പോലും മുറിവുകളാണ് എപ്പോഴും. കാർത്തികിന് തോന്നി അവളെ കരവലയത്തിലൊതുക്കി ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് തഴുകി ആശ്വസിപ്പിക്കണമെന്ന്. അത് പറ്റില്ലല്ലോ. മൃദുവായി അവൾ പറഞ്ഞു, ഓക്കെ വൈക, തൻ്റെ ജോലി നടക്കട്ടെ. നാളെ വരണമെന്നില്ല. അവൾ മന്ദഹസിച്ചു. അല്പസമയം തരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ, പിന്നെന്താ? കാർത്തിക് അവളെ തന്നെ നോക്കിയിരുന്നു. എന്നിട്ട് പറഞ്ഞു, എങ്കിൽ വരൂ, പോകാം. എവിടെ? ഒരു ഫ്ലാറ്റ് ഓർ വില്ല, അല്ലെങ്കിൽ നല്ലൊരു വീട് വേണം. എനിക്കിവിടുത്തെ താമസവും ഫുഡും പറ്റില്ല. കാർത്തിക് തുറന്നു. 1-2 ബ്രോക്കർമാരുമായി ബന്ധപ്പെട്ടു. റിയൽ എസ്റ്റേറ്റുകാരാണ്. അവരോടൊപ്പം പോയി കാണണം. തനിക്കൂടെ ഇഷ്ടമായ ഉടൻ തന്നെ രജിസ്ട്രേഷൻ നടത്തി താമസം മാറ്റണം. വൈക അമ്പരന്നു. ഇത്ര പെട്ടെന്നോ? എന്താ? അപ്പോൾ റീതിങ് ഇല്ല വീട്ടിലേക്ക് മടങ്ങാൻ? നെവർ, കാർത്തിക് പറഞ്ഞു. വാശിയിൽ ഞാൻ അച്ഛൻ്റെ മകൻ തന്നെയാണ്. അപ്പോൾ അമ്മയും കല്ലു? അവർ എൻ്റെ സങ്കടങ്ങളാണ്. എന്നാലും തിരിച്ചു പോകില്ല. അത് തോൽവിയാണ്. ഇനി കാർത്തികിനെ പിന്തിരിപ്പിക്കാനാവില്ലെന്ന് വൈകിക്ക് മനസ്സിലായി. ശരി, നാളെ ഞാൻ എത്താം. വൈകി എഴുന്നേറ്റു. പുറത്ത് പാർക്കിംഗ് ഗ്രൗണ്ട് വരെ കാർത്തിക് അവളെ അനുഗമിച്ചു. അവളുടെ വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാണ് കാർത്തിക് മടങ്ങിയത്. 4-5 വണ്ടികൾക്കപ്പുറത്ത് വൈകിയുടെ വരവും പോക്കും സസൂക്ഷ്മം ശ്രദ്ധിച്ച് തൻ്റെ കാറിലിരിക്കുകയായിരുന്നു സാജൻ. കൂടെ കൊച്ചിയിലെ ഒരു ഫ്രണ്ടും ഉണ്ട്, ജഗൻ. 2 അടി കൊടുക്കാനും 2 അടി കൊള്ളാനും കരുത്തുള്ളവൻ. അപ്പോൾ അവനാണ് കക്ഷിയല്ലേ? YMCAയിലേക്ക് മടങ്ങിപ്പോകുന്ന കാർത്തികിനെ ശ്രദ്ധിച്ച് ജഗൻ ചോദിച്ചു. അതെ. അടിച്ചൊടിച്ചിട്ടാൽ മതിയോ അതോ തീർക്കണോ? 2നും പറ്റിയ ആളുണ്ട്. അടിക്കണ്ട, തീർക്കുകയും വേണ്ട, തകർക്കണം. സാജൻ പല്ലുകടിച്ചു. വൈക അവനെ സ്വന്തം തള്ളിക്കളയണം.
ആ വിധത്തിൽ തകർക്കണം. അത് മതി. അതിനെന്താ, ഒന്നാം തരം വഴിയുണ്ട്. എന്താ, നിനക്ക് IPS വരെ കിട്ടിയ പോരെ? മതി. എന്നാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കണ്ട, കളി കണ്ടാൽ മതി. ജഗൻ ചിരിച്ചു. അത് മതി. സാജനും സമ്മതമായി. അമ്പാടിയുടെ മുറ്റത്തേക്ക് കാർ കയറ്റി തിരിച്ചു നിർത്തുമ്പോൾ വൈദ്യുതി വെളിച്ചത്തിൽ വൈക കണ്ടു. മുറ്റത്തൊരു ബ്ലാക്ക് ഇന്നോവ പാർക്ക് ചെയ്തിരിക്കുന്നു. മാഡം, ഇന്നോവയിൽ നിന്നിറങ്ങി തനിക്ക് മുമ്പിലേക്ക് സല്യൂട്ട് ചെയ്തു നിൽക്കുന്ന ആളെ വൈക പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. സുന്ദരേഷൻ, തിരുവനന്തപുരത്തു നിന്നും തൻ്റെ ഡിവിഷൻ്റെ കീഴിലുള്ള CI. സുന്ദരേഷൻ എന്താ ഇവിടെ? വൈക അമ്പരപ്പോട് കൂടി ചോദിച്ചു. ഞാൻ ഇവരുടെ കൂടെ വന്നതാണ് മാഡം. സുന്ദരേഷൻ കൈ ചൂണ്ടപ്പോൾ ഇന്നോവയിൽ നിന്നും ഒരു പുരുഷനും സ്ത്രീയും കൂടി ഇറങ്ങി. റിമാൻഡിൽ സബ് ജയിലിൽ കിടക്കുന്ന വരുണിൻ്റെ അച്ഛനും അമ്മയുമാണ് മാഡം ഇവർ, സുന്ദരേഷൻ പറഞ്ഞു. വരുൺ ദേവിൻ്റെ അച്ഛനും അമ്മയും. വൈകിയുടെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. അധ്യായം 20. ഇത് വരുണിൻ്റെ ഫാദർ രവി മേനോൻ, തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ സീനിയർ ടെക്നീഷ്യനാണ്. CI സുന്ദരേഷൻ പരിചയപ്പെടുത്തി. ഇത് രേവതി മേനോൻ, KSFയിലാണ് ജോലി, വരുണിൻ്റെ അമ്മ. വൈക ഇരുവരെയും ശ്രദ്ധിച്ചു. പാൻസും ഷർട്ടുമാണ് രവി മേനോൻ്റെ വേഷം. ആഷ് കളർ കാശ്മീരി പട്ടുസാരിയാണ് രേവതി മേനോൻ ധരിച്ചിരിക്കുന്നത്. വളരെ മിതമായ ആഭരണങ്ങൾ. കുലീനത്വമുള്ള മുഖങ്ങളാണ് ഇരുവർക്കും. അതിനുമീതെ വിഷാദത്തിൻ്റെ ആവരണം. രേവതി മേനോൻ്റെ മിഴികൾ തുളുമ്പുന്നില്ലെങ്കിലും സങ്കടം ഒരു സമുദ്രമായി രവി മേനോൻ്റെ മിഴികളിലുമുണ്ട്. വരുണിൻ്റെ കാര്യം സംസാരിക്കാനാണ് ഇവർ വന്നത്. സുന്ദരേഷൻ വീണ്ടും പറഞ്ഞു. വരുൺ ദേവ്, ദയയുടെ ബെസ്റ്റ് ഫ്രണ്ട്. അറസ്റ്റിലായ അവനെയും ഡാനിയെയും കൊല്ലത്തു നിന്ന് കോട്ടയത്തേക്ക് കൊണ്ടുവന്ന് തെളിവെടുപ്പ് കഴിഞ്ഞ് ചോദ്യം ചെയ്തിട്ട് തിരിച്ചുവിട്ടു. ഇപ്പോഴവർ കൊല്ലം സബ് ജയിലിൽ തന്നെയാണ്. ജാമ്യം കിട്ടിയിട്ടില്ല. അവരെ ഒന്നുകൂടി ചോദ്യം ചെയ്യാനുണ്ട്. മാഡത്തെ നേരിൽ കണ്ടൊന്ന് സംസാരിക്കണമെന്നിവർ പറഞ്ഞു. ലീവ് തീർന്നു, മാഡം തിരിച്ചു വരുമെന്ന് ഞാൻ പറഞ്ഞു നിർത്തിയിരിക്കുകയായിരുന്നു. സുന്ദരേഷൻ തുടർന്നു. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പാണ് അറിഞ്ഞത്. മാഡം ഉടനെ തിരിച്ചു വരുന്നില്ല. ഡെപ്യൂട്ടേഷനിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് ഇവിടെ തന്നെ ചാർജ് എടുക്കുകയാണെന്ന്. വൈക അയാളെ തുറച്ചു നോക്കി. അപ്പോഴാണ് ഇവർ വന്നത്. ഉടനെ പുറപ്പെടുകയായിരുന്നു. എന്തിന്? ഇവർക്ക് പറയാനുള്ളത് മാഡം ഒന്ന് കേട്ടാൽ. സുന്ദരേഷൻ നിർത്തി. വേണ്ട, നിങ്ങൾക്ക് പോകാം. അങ്ങനെ പറയാനാണ് വൈകയ്ക്ക് ആദ്യം തോന്നിയത്. മകനു വേണ്ടി യാചിക്കാനോ കാല് പിടിക്കാനോ ആവും ഇവരുടെ വരവ്. അത് അനുവദിക്കുന്നത് എന്തിന്? പക്ഷേ കൂടെ സുന്ദരേഷനുണ്ട്. ഒന്നും വയ്യ. ശരി, നിങ്ങൾ അകത്തേക്ക് വരൂ, വൈക പറഞ്ഞു. എന്നിട്ട് മുറ്റത്തു നിന്നും സിറ്റൗട്ടിലേക്ക് കയറി. മാഡം. സുന്ദരേഷൻ മടിച്ചു നിന്നു. എന്താ? വൈക നിന്നു. ഇവർ വരുണിൻ്റെ പാരൻസ് ആണെന്ന് പറഞ്ഞപ്പോൾ മാഡത്തിൻ്റെ അമ്മയും ഇവിടെയുള്ള മറ്റുള്ളവരും ബഹളം ഉണ്ടാക്കി. വാതിലടച്ചു കളഞ്ഞു. അതിലെന്ത് തെറ്റ്? അവളുടെ സ്വരം പരുഷമായി. നിങ്ങളാണെങ്കിലും അതല്ലേ ചെയ്യൂ. അവരെ കുറ്റം പറഞ്ഞല്ല മാഡം. ആ സ്ഥിതിക്ക് ഇനിയും അകത്തേക്ക് വരണമെന്ന്. ഞാനെന്താ മുറ്റത്തൊന്ന് സംസാരിക്കണോ? വൈകിയുടെ സ്വരം കടുത്തു. സുന്ദരേഷൻ പരുങ്ങല്ലായി. ബുദ്ധിമുട്ടാണെങ്കിൽ മടങ്ങിക്കോ. അവൾ ഒട്ടും അലിഞ്ഞില്ല. അതല്ല മാഡം, സുന്ദരേഷൻ നയത്തി പറഞ്ഞു. മാഡത്തിനെ കണ്ടേ തീരുമെന്ന് ഇവർക്ക് നിർബന്ധമുണ്ട്. അവരുടെ സങ്കടം അത്ര വലുതാണ്. ഇവരെ കാണുമ്പോൾ ഇനി മാഡത്തിൻ്റെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയ അകത്തേക്ക് വരണമെന്ന് ചോദിച്ചത്. വൈക അയാളെ ഒരു നിമിഷം നോക്കി. എന്നിട്ട് അയാൾ പറഞ്ഞ വാക്കുകളിലെ കാര്യം മനസ്സിലാക്കി. ശരി, നിങ്ങൾ അകത്തേക്ക് കയറണ്ട. ഇതാ ഇവിടെ ഇരിക്കാം. സത്യദാസിൻ്റെ ഓഫീസ് റൂമിൻ്റെ മുമ്പിലായി കടഞ്ഞ തേക്കിൻ്റെ ചുറ്റഴികളിലിട്ട ഒരു ഓപ്പൺ വരാന്തയുണ്ട്. മുമ്പ് പ്രൈവറ്റ് പ്രാക്ടീസ് ഉണ്ടായിരുന്നപ്പോൾ പേഷ്യൻസിന് ഇരിക്കാൻ സൗകര്യമൊരുക്കി തീർത്തതാണ്. അവിടെ കസേരകളുമുണ്ട്. വൈക അങ്ങോട്ട് വിരൽ ചൂണ്ടി. ശരി മാഡം. ആശ്വാസത്തോടെ സുന്ദരേഷൻ രവി മേനോനെയും രേവതി മേനോനെയും കൂട്ടി അങ്ങോട്ട് കയറി. അവർ ഇരുന്നു. വൈകയും. ഇനി പറയൂ. അവർക്കെതിരെ ഇരുന്നു കൊണ്ട് വൈക പറഞ്ഞു. കരയുകയായിരുന്നു രേവതി മേനോൻ. തീർത്തും അപ്രതീക്ഷിതങ്ങളായ ആഘാതമേറ്റ് തകർന്നു പോയതിൻ്റെ ഷോക്കിലാണവർ. അപ്പോഴും ശബ്ദിക്കാൻ പോലും കരുത്തില്ലാത്ത മട്ടിലായിരുന്നു രവി മേനോനും. എങ്കിലും തൊണ്ട ചിനക്കി അയാൾ മെല്ലെ പറഞ്ഞു. ഞങ്ങൾക്ക് 3 മക്കളാണ്. അയാൾ തുടങ്ങാനുള്ള വിഷമം പോലെ തൊണ്ട ഒന്നുകൂടി ചിനക്കി. മൂത്ത പെൺകുട്ടി മാരീഡാണ്. ഇളയ പെൺകുട്ടി +2-നാണ്. വരുണ് ഇവർക്കിടയിലുള്ള ഞങ്ങളുടെ ഏക മകനും. അവൾ മൂണി.
എൻ്റെ മോൻ ദയയെ കൊല്ലുമെന്ന് ചിന്തിക്കാൻ പോലും ഞങ്ങൾക്ക് കഴിയില്ല. ദയയെ നിങ്ങൾക്ക് എത്രത്തോളം അറിയാം? മെഡിക്കൽ കോളേജിൽ വന്നു കണ്ടുള്ള പരിചയമല്ലേ ഉള്ളൂ? അല്ല, തിരുവനന്തപുരത്ത് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ദയ. എന്ന് 2-3 തവണ. രവി മേനോൻ തുടർന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മെഡിഫെസ്റ്റ് നടന്നപ്പോൾ അതിൽ പങ്കെടുക്കാൻ മോൻ്റെ കൂടെ എത്തിയ എല്ലാ കുട്ടികളും തങ്ങിയത് ഞങ്ങളുടെ വീട്ടിലാണ്. 2 ദിവസം ട്രിവാൻഡ്രം മുഴുവൻ ചുറ്റിയടിച്ച് കറങ്ങിയിട്ടാണ് എല്ലാവരും പോയത്. ആ കൂടെ എൻ്റെ മോനും ദയയും എപ്പോഴും ഒരുമിച്ചായിരുന്നു. വൈകിയുടെ നെറ്റി ചുടിഞ്ഞു. എൻ്റെ മൂത്ത മോളുടെ എൻഗേജ്മെൻറ്റിനും മാരേജിനും ദയ വന്നു. മാരേജിന് വന്നിട്ട് കൂടെ വന്ന എല്ലാ സ്റ്റുഡൻസും പോയിട്ടും ദയ പോയില്ല. 3-ാം ദിവസമാണ് പോയത്, അതും വരുണിനൊപ്പം. വൈകിക്ക് അതൊരു പുതിയ അറിവായിരുന്നു. ട്രിവാൻഡ്രം സിറ്റി അസിസ്റ്റൻറ്റ് കമ്മീഷണറാണ് താൻ. തൻ്റെ മൂക്കിന് താഴെ തൻ്റെ അനിയത്തി പലപ്പോഴും വന്ന് ഒരു പയ്യനോടൊപ്പം ചുറ്റിയടിച്ചു എന്ന്. അവർ തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നു. രവി മേനോൻ പറഞ്ഞു. നെവർ. വൈഗ കർക്കശമായി പറഞ്ഞു. അങ്കിളിൻ്റെ മോൻ അഖിലുമായി 8-10 വയസ്സുള്ളപ്പോൾ വീട്ടുകാർ പറഞ്ഞുറപ്പിച്ചതാണ് അവളുടെ മാരേജ്. 8-10 വയസ്സിൻ്റെ പക്വത പോരല്ലോ മാഡം ഒരു മാരേജിന്. നോ, വളർന്നിട്ടും മാറ്റമില്ലായിരുന്നു ആ തീരുമാനത്തിന്. വൈഗ പറഞ്ഞു. 1 വർഷം കൂടി കഴിഞ്ഞാൽ അവരുടെ മാരേജാണ്. അതെല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ അവളെങ്ങനെ നിങ്ങളുടെ മകനുമായി അടുപ്പത്തിലാവും? ചെറുപ്പക്കാരുടെ മനസ്സ് നമുക്കറിയില്ലല്ലോ മാഡം, രവി മേനോൻ പറഞ്ഞു. ചെറുപ്പക്കാരുടെ മനസ്സ്. വൈകയ്ക്ക് അരിശം വന്നു. മകനോടൊപ്പം ഒരു പെണ്ണ് കയറി വരുമ്പോൾ താമസിക്കാനും ചുറ്റി നടക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണോ നിങ്ങൾ ചെയ്യേണ്ടത്? രവി മേനോൻ വിളറിപ്പോയി. കരയുകയായിരുന്ന രവതി മേനോനും അപമാനിക്കപ്പെട്ടതുപോലെ മുഖമുയർത്തി. എന്താ മിണ്ടാത്തത്? വൈഗ ശബ്ദമുയർത്തി. മാഡം, അവർക്കിരുവർക്കും പിന്നിൽ നിൽക്കുകയായിരുന്ന സുന്ദരേഷൻ വിളിച്ചു. നോ. വൈഗ കൈ ഉയർത്തി വിലക്കി. എന്നിട്ട് രവി മേനോൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ മോൻ്റെ ഏതിഷ്ടവും എൻ്റെയും രേവതിയുടെയും ഇഷ്ടം തന്നെയാണ് മാഡം, രവി മേനോൻ പറഞ്ഞു. ദയയെപ്പോലൊരു മരുമകളെ കിട്ടാൻ ഏതമ്മയും കൊതിച്ചു പോകും. അതുവരെ മിണ്ടാതിരുന്ന രേവതി മേനോനാണ് പറഞ്ഞത്. എനിക്കും ഇഷ്ടമായിരുന്നു അതിനെ എന്ന് കരുതി മകൻ ഒരു പെണ്ണിനെ കൂട്ടി വന്നാൽ വീട്ടിൽ അവർക്കൊരുമിക്കാനുള്ള സൗകര്യം കൊടുക്കാനുള്ള അത്ര മോശമായ സംസ്കാരമല്ല ഞങ്ങളുടേത്. ഇടയ്ക്ക് കയറി തുടർന്നത് രവി മേനോനാണ്. പക്വതയുള്ള കുട്ടികളായിരുന്നു എൻ്റെ മോനും ദയയും. മോശമായ ഒരു പെരുമാറ്റം അവരുടെ വാക്കിലോ നോക്കിലോ പ്രവൃത്തിയിലോ ഞങ്ങൾ കണ്ടിട്ടില്ല. വന്നാൽ ഫുൾ ടൈം എൻ്റെ വിജിമോളുടെ കൂടെയാണ് ദയ. ഊണും ഉറക്കവും ഒക്കെ. മോൻ്റെ കൂടെ നിന്ന് പുറത്തു പോയാൽ പോലും ഒപ്പം വിജയെയും കൂട്ടും. വിജി സ്വന്തം കുഞ്ഞനുജത്തിയാണ് ദയ എന്നാണ് പറയുക. 1-2 ദിവസത്തെ അവധിക്ക് വീട്ടിലേക്ക് വന്നാലും ഇവിടെ കൂട്ടുകൂടാനും കളിക്കാനും മാഡമോ മരിച്ചുപോയ മിത്രമോ ഉണ്ടാവാറില്ലല്ലോ. അതിൻ്റെ ഒരു നഷ്ടബോധം പറയാറുണ്ടായിരുന്നു ആ കുട്ടി, രേവതി മേനോൻ പറഞ്ഞു. എൻ്റെ വിജിമോൾക്കും ജീവനായിരുന്നു ദയമോളെ. ഇതൊക്കെ പറയാനാണോ നിങ്ങൾ രണ്ടാളും ഇവിടം വരെ വന്നത്? വൈഗ ഗൗരവപ്പെട്ടു. എൻ്റെ മോനും ദയയും പരസ്പരം ജീവന തുല്യം സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മാഡം ഞാൻ പറഞ്ഞത് ദയയെ കൊല്ലണമെന്നെൻ്റെ മോൻ ചിന്തിക്കുക പോലും ഇല്ലെന്ന്. നിങ്ങൾ വന്ന കാര്യം പറഞ്ഞില്ല. വൈഗയുടെ മുഖം ചുവന്നു. എൻ്റെ മോൻ നിരപരാധിയാണ്. ജയിലിൽ ചെന്ന് ഞങ്ങൾ കണ്ടു, രേവതി കരച്ചിലിനിടയിൽ പറഞ്ഞു. ആഹാരം പോലും കഴിക്കാതെ എൻ്റെ പൊന്നുമോൻ തളർന്നു കിടക്കുന്നു. ജയിലിലിപ്പോൾ സപ്ലൈ ചെയ്യുന്നത് നല്ല ആഹാരമാണ്. വൈഗയുടെ സ്വരത്തിൽ പരിഹാസം കലർന്നു. തടവുകാരുടെ ആരോഗ്യപുഷ്ടി വേണ്ടുന്ന നിശ്ചിത കലോറി അങ്ങനെ കിട്ടുന്ന വിധത്തിൽ കൃത്യമായ റേഷനിങ് ആണ്. അത് കഴിച്ചാൽ പുറത്തു നിൽക്കുന്ന നിങ്ങളെക്കാൾ പുഷ്ടിപ്പെടും മകൻ്റെ ആരോഗ്യം. അതുപോലെ വൈഗയുടെ പരിഹാസം മൂവർക്കും മനസ്സിലായി. അതല്ല മാഡം, പിന്നെ ഞങ്ങൾ അവന് വേണ്ടി ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോഴാണ് വക്കീൽ പറയുന്നത് തെളിവെടുപ്പ് പൂർത്തിയായിട്ടില്ല എന്ന്, കോട്ടയത്തേക്ക് ഇനിയും കൊണ്ടുപോരാനുണ്ടെന്ന്, കൂടാതെ ആലപ്പുഴ പോലീസും അവനെ കൈമാറുന്നുണ്ടെന്ന്. ഞങ്ങളിനി എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളൊന്നും ചെയ്യേണ്ട, കൈയും കെട്ടിയിരിക്കുക, അവൾ പറഞ്ഞു. ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്തോളാം, അമർഷത്തോടെ അവൾ തുടർന്നു. തിരുവനന്തപുരത്ത് ജനിച്ച നിങ്ങളുടെ മകൻ ആലപ്പുഴ ഹൈവേയിൽ വെച്ച് ജെയ്സിനെ കൊല്ലാൻ ശ്രമിച്ചു. കോട്ടയത്ത് ഈ വീട്ടിൽ വന്ന് എൻ്റെ അനിയത്തിയെ കൊല്ലാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ കൊന്നു. ഒരു ബോൺ ക്രിമിനലിനൊപ്പം അവനെ അറസ്റ്റ് ചെയ്ത് കായംകുളത്ത് വന്ന്
പെണ്ണ് കേസിൽപ്പെട്ടതിന്. സംസ്ഥാനത്ത് ഒട്ടാകെ ക്രിമിനൽ കുറ്റം നടത്തിയ അവനെ അവിടെ ആകെ കൊണ്ടുപോകാതെ എങ്ങനെ തെളിവെടുപ്പ് നടത്തും? വെറുതെ ഊഹിച്ചിട്ടോ? ആ ജെയ്സന്റെ ഫാദർ വർഗീസ് ഗൾഫിൽ നിന്നും വന്നിട്ടുണ്ട്. അയാൾ സ്വാധീനം കൊണ്ട് മകൻ്റെ വധശ്രമ കേസ് കുത്തിപ്പൊക്കാൻ ശ്രമിക്കുകയാണ്. അത് അയാളുടെ കടമയല്ലേ? അതിനെന്താ? ഞങ്ങൾ വളരെ പാടുപെട്ട് മന്ത്രിയുടെ PA കൊണ്ടൊക്കെ അയാളോട് സംസാരിപ്പിച്ചു. ഒടുവിൽ അയാൾ സെറ്റിൽഡായി പെറ്റീഷൻ പിൻവലിച്ചോളാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വൈകിയുടെ നോട്ടം കോർത്തു. അത് പിന്നെ രവി മേനോൻ എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി. ഞങ്ങളെ മാഡം രക്ഷിക്കണം. എഴുന്നേറ്റ് കൈകൾ രണ്ടും കൂപ്പി നിന്ന് ഒപ്പം രേവതി മേനോനും. മാഡം ദൈവമാണെന്ന് കരുതി ഞങ്ങളെ കാല് പിടിക്കാം. ഞങ്ങളെ രക്ഷിക്കണം. രക്ഷിക്കാനോ? അതെ മാഡം, രേവതി മേനോൻ പറഞ്ഞു. വരുണിനെക്കുറിച്ചുള്ള ന്യൂസ് പത്രത്തിലും ചാനലിലൊക്കെ വന്നതോടെ ആകെ പ്രശ്നമായി. മൂത്ത മോളെ അവളുടെ ഭർത്താവ് വീട്ടിൽ കൊണ്ടുവന്നാക്കിയിരിക്കുക. കൊലപാതകയും ജയിൽ പുള്ളിയുമായ സഹോദരൻ്റെ പെങ്ങളെ അവന് വേണ്ടാന്ന്. വൈഗ തറഞ്ഞു നിന്നു. മോൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞ് പുറത്തു വന്നാലേ അവനവളെ കൊണ്ടുപോകും. രേവതി കൈകൂപ്പിയപടി കണ്ണീരോടെ പറഞ്ഞു. മാഡത്തിന് മോനോടുള്ള ഈ പക ദയയെ കൊന്നവനാണെന്ന് കരുതിയിട്ടാണ്. അല്ല മാഡം, അല്ല. അവനല്ലത് ചെയ്തത്. അവൻ ഞങ്ങളോട് ആണയിട്ട് പറഞ്ഞു ഇവിടെ വന്നെന്നുള്ളത് സത്യ. പക്ഷെ മോനത് ചെയ്തിട്ടില്ല. മരിച്ചുപോയ ദയമോളെ പ്രതി ഞാൻ യാചിക്കാം മാഡം. കാല് പിടിക്കുക. എൻ്റെ മോനെ രക്ഷിക്കണം. മാഡം ആവശ്യപ്പെടുന്ന ഏത് കോംപ്രമൈസിനും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണം. 100 കോടി പുണ്യം കിട്ടും. എൻ്റെ മോളെപ്പോലെ കരുതി ഞാൻ പറയാം. ഞങ്ങളെ രക്ഷിക്കണം. രേവതി പറയുക മാത്രമല്ല, കണ്ണീരോടെ വൈകിയുടെ കാൽക്കലേക്കിരുന്നു. അവൾ വേഗം എഴുന്നേറ്റു. അപ്പോൾ ഞാനും കൂടി ഇനി കോംപ്രമൈസ് ആകണമല്ലേ? ആ വർഗീസിനെ പോലെ? വൈഗ ചോദിച്ചു. അതിനാണ് ഈ വരവല്ലേ? ആ അതെ, രവി മേനോൻ വിക്കി. എത്ര ലക്ഷം കൊണ്ടുവന്നിട്ടുണ്ട്? എത്രയാണെന്ന് പറഞ്ഞാൽ? സുന്ദരേഷൻ വൈകിയുടെ മുഖം തീക്കട്ട പോലെ തിളങ്ങി. മാഡം, സുന്ദരേഷൻ ആ ഭാവമാറ്റം കണ്ട് നടുങ്ങിപ്പോയി. ആജ്ഞ പോലെ മൂളിയിട്ട് വൈഗ മുഖം കൊണ്ട് ആംഗ്യം കാട്ടി. വാ, വന്നേ, രണ്ടാളും വന്നേ. സുന്ദരേഷൻ ധൃതിയിൽ രവി മേനോനെ പിടിച്ചു. സാറേ, നിൽക്കാം. രവി മേനോൻ കാലുകൾ പതറാതെ നിൽക്കുകയാണ്. വൈഗയുടെ കണ്ണുകളിൽ ആ രാത്രിയിലും ഉച്ചസൂര്യൻ കത്തി നിൽക്കുന്നത് ശ്രദ്ധിച്ചതോടെ സുന്ദരേഷൻ രവി മേനോനെ ബലമായി പിടിച്ചു മുറ്റത്തേക്കിറക്കി. വരാൻ പറഞ്ഞില്ലേ? അയാൾ തന്നെ രവി മേനോനെ ഉന്തിത്തള്ളി ഇന്നോവയ്ക്കരികിലെത്തിച്ചു. നിങ്ങൾ എന്നതായി കാണിച്ചത്? എൻ്റെ പണിയും കൂടി കളയാനാണല്ലോ നിങ്ങൾ? സുന്ദരേഷൻ അവർക്ക് നേരെ ദേഷ്യപ്പെട്ടു. സാറേ, അത് രവി മേനോൻ പറയാൻ ശ്രമിച്ചു. മിണ്ടരുത് നിങ്ങൾ, സുന്ദരേഷൻ രോക്ഷത്തോടെ തുടർന്നു. ഞാൻ മാഡത്തിൻ്റെ കീഴിലുള്ള CI. കരയണമെന്നും കാല് പിടിക്കണമെന്നും പറഞ്ഞല്ലേ നിങ്ങൾ വന്നത്? എന്നിട്ടിപ്പോൾ വന്നപ്പോൾ എത്ര ലക്ഷം വേണമെന്ന്? എല്ലാവരും ഒരുപോലാന്ന് കരുതിയ? ഛേ, സുന്ദരേഷൻ തുറന്നു. ആ നിൽക്കുന്ന മുതൽ അത്രയേ ഉള്ളൂ എന്ന് കരുതണ്ട. നിൽക്കുന്ന നിൽപ്പിൽ എന്ത് ആക്ഷനാണ് എടുക്കുന്നതെന്ന് ദൈവത്തിനെ അറിയും. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ സ്വാധീനിക്കാൻ വന്ന നിങ്ങളെയും എന്നെയും അകത്തിടാൻ ഒറ്റ സെക്കൻഡ് മതി അവർക്ക്. പിന്നെ നിങ്ങളുടെ മകൻ പുറത്തെ വെളിച്ചം കാണാൻ കുറച്ച് വിഷമിക്കും. വേഗം വണ്ടിയിലോട്ട് കയറി, സ്ഥലം വിടാം. അതാ നല്ലത്. സുന്ദരേഷൻ കയറിയിരുന്നു കഴിഞ്ഞു. എല്ലാ പ്രതീക്ഷയും തകർന്ന് ജീവച്ചവങ്ങളെപ്പോലെ രവി മേനോനും രേവതി മേനോനും വണ്ടിക്കുള്ളിലേക്ക് കയറിയിരുന്നു. വണ്ടി ഗേറ്റ് കടന്ന് പാഞ്ഞു പോയിട്ടേ വൈഗ അകത്തേക്ക് കയറുള്ളൂ. അകത്തേക്ക് കയറി ചെന്ന വൈഗ ഹമ്പരന്ന് പോയി. ഹാളിൽ ഒരു യുദ്ധസന്നാഹം പോലെ എല്ലാവരും നിൽക്കുന്നു. തീപിടിച്ച മുഖങ്ങൾ. അമ്മ, അച്ചമ്മ, സതിയാൻറ്റി, സാവിത്രി ആൻറ്റി, സാജൻ, എല്ലാവരും ഉണ്ട്. ഞാൻ അവരെ ഇറക്കി വിട്ടതാണ്. പിന്നെ എന്തിനാ അവരെ കയറ്റിയിരുത്തിയത്? ദേവികയാണ് ചോദിച്ചത്. അത്യന്തം കുറ്റപ്പെടുത്തൽ. അമ്മ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? വൈഗ ചോദിച്ചു അമ്പരപ്പോടെ. ഇറക്കി വിട്ടു എന്നവർ പറഞ്ഞില്ലേ? ദേവിക അതേ ചോദ്യം വീണ്ടും ചോദിച്ചു. പറഞ്ഞു. പിന്നെ എന്തിനു നീ അവരെ കയറ്റിയിരുത്തി എന്നോട് ചോദിക്കാതെ? അവർ എന്നോട് സംസാരിക്കാൻ വന്നതാണ്. എന്ത് സംസാരിക്കാൻ? എൻ്റെ മോളെ അവരുടെ മകൻ കൊന്നതെങ്ങനെയാണെന്നോ? കൊന്നത് അവരുടെ മകനാണെന്ന് അമ്മയ്ക്ക് എന്താണ് ഇത്ര തീർച്ച? അമ്മയുടെ ആങ്ങളുടെ മകനെയാ പോലീസ് കൂടുതൽ സംശയം. വൈകിയുടെ സ്വരത്തിൽ ഗൗരവം കലർന്നു.
പോലീസിനല്ല, നിനക്കാ സംശയം. അതെ, എനിക്കാണ്. അവളുടെ മുഖം ചുവന്നു. നീ അവരോട് എന്താ സംസാരിച്ചത്? ദേവിക വീണ്ടും ചോദിച്ചു. അത് അമ്മ അറിയേണ്ട കാര്യമില്ല, അവൾ പറഞ്ഞു. മിത്രമോളെ ചതിച്ച ഷാനുപ്രസാദിനെ സത്യേട്ടൻ കഷ്ടപ്പെട്ട് പിടികൂടിയതാ. നീ ചെന്നവനെ ഇറക്കി വിട്ടു. ഇപ്പോൾ ദയയെ കൊന്നവൻ്റെ വീട്ടുകാർ വന്നപ്പോൾ ഞാൻ ആട്ടിറക്കിയിട്ട് നീ അവരെ സ്വീകരിച്ചിരുത്തി. ചത്തുപോയ നിൻ്റെ അനിയത്തിമാരിപ്പോൾ നിനക്ക് ആരുമല്ല അല്ലേ? ദേവിക ക്ഷോഭം കൊണ്ട് കിതച്ചു. ഓ, ചത്തുപോയവരങ്ങ് പോയി. അവരിനി തിരിച്ചു വന്ന ചോദ്യം ചെയ്യുകയല്ലോ, സാജൻ പറഞ്ഞു. അവൻ്റെ കണ്ണിൽ YMCA റെസ്റ്റോറൻറ്റിൽ നിന്നും കാർത്തികിനൊപ്പം ഇറങ്ങി വരുന്ന വൈഗയുടെ രൂപം വെറുപ്പോടെ നിന്നു. ജയിലിൽ കിടക്കുന്ന തന്തയും കൂടി പുറത്തു വരാതിരുന്ന സൗകര്യമായി ദേവികയെ ചീവൾക്ക്. സാവിത്രിയും വിട്ടില്ല. അമ്മയുടെ പതറിയ മനസ്സിലേക്ക് വിഷം കലർത്തുകയാണ് ഇവർ മനഃപൂർവ്വം. അമ്മ വാ, പറയാം. വൈഗ ശാന്തമായി ദേവികയുടെ തോളിൽ പിടിച്ച് സ്റ്റെയർകേസിന് നടക്കാൻ ശ്രമിച്ചു, തൻ്റെ മുറിയിലേക്ക് പോകാൻ. ഓ, ഞങ്ങൾ കേൾക്കുന്നതാണിപ്പം എല്ലാ കുഴപ്പത്തിനും കാരണം, സതി ചൂണ്ടിക്കാട്ടി. നീ ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞാൽ മതി. മകളുടെ കൈ തട്ടിമാറ്റിക്കൊണ്ട് ദേവിക അവളെ പിടിച്ചു നിർത്തി. എന്നിട്ട് ഷടിച്ചു. എനിക്കറിയണം, നിനക്ക് വലുത് നിൻ്റെ അനിയത്തിമാരും അച്ഛനുമാണോ അതോ ശത്രുക്കളാണോ എന്ന്. സർവരോടുമുള്ള അമർഷം കൊണ്ട് വൈഗ പൊട്ടിത്തെറിച്ചു. അതെ, എനിക്ക് വലുത് ശത്രുക്കളാണ്. എന്താണോ? ദേവിക കൈവീശിയതും ഒറ്റയടി. വൈഗയുടെ കരണത്ത് ഓർക്കാപ്പുറത്തുള്ള അടി. അവൾ തരിച്ചു നിന്നുപോയി. വീണ്ടും തന്നെ അമ്മ അടിച്ചിരിക്കുന്നു, അതും മറ്റുള്ളവർക്ക് വേണ്ടി. വൈഗ പിന്നെ ഒറ്റ നിമിഷം നിന്നില്ല. ഒരു കുതിപ്പിന് അവൾ സ്റ്റെയർകേസിന് മുകളിലെത്തി. പോയതുപോലെ തിരിച്ചു വരുമ്പോൾ അവളുടെ കയ്യിൽ ബ്രീഫ് കേസ് ഉണ്ടായിരുന്നു. ഒരാളോടും മിണ്ടാതെ പുറത്തേക്ക് നീങ്ങി. അതുവരെ യുദ്ധം കണ്ടും കേട്ടു നിന്നിരുന്ന ഈശ്വരി വൈകിയെ തടഞ്ഞു. നീ എവിടെ പോകുന്നു ഈ രാത്രിയിൽ? എവിടേക്കായാലെന്താ? ഈശ്വരിയെ വിട്ട് വൈഗ ദേവികയെ തുറച്ചു നോക്കിക്കൊണ്ട് തുറന്നു. ഞാൻ എവിടേക്കെങ്കിലും പോയിക്കൊള്ളാം. എന്തായാലും ഇനി ഇവിടെ നിൽക്കുന്നില്ല. ഇതെൻ്റെ വീടല്ല. എനിക്കിവിടെ ഇപ്പോൾ ആരുമില്ല, ആരും. വൈഗ മുറ്റത്തേക്കിറങ്ങി തൻ്റെ കാർ സ്റ്റാർട്ട് ചെയ്ത് പാഞ്ഞുപോയി. എൻ്റെ മോളെ, ഒരു നടുക്കം. ദേവിക പിന്നാക്കം മറിഞ്ഞു വീണു. അധ്യായം 21. YMCAയിലെ തൻ്റെ റൂമിലിരുന്ന് ലാപ്ടോപ്പിൽ ഒരു പുതിയ കെട്ടിടത്തിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയായിരുന്നു കാർത്തിക്. സന്ധ്യയ്ക്ക് വൈകിയെ കണ്ട് സംസാരിച്ചത് മുതൽ ഒരു പുതിയ എനർജി ഉണ്ടായി അവനിൽ. അതൊരു മൂളിപ്പാട്ടായി ചുണ്ടിലും. ആരോ പാടുന്നു ദൂരെ ആത്മാവിൽ. മൂളിക്കൊണ്ടിരുന്ന അതേ പാട്ട് പെട്ടെന്ന് മൊബൈലിൽ നിന്നു കേട്ടപ്പോൾ കാർത്തിക് അമ്പരന്നു. വൈഗ വിളിക്കുന്നു. എന്താടോ ഈ രാത്രിയിൽ? എന്താ പുതിയ വിശേഷം? അയാൾ ഉത്സാഹത്തോടെ ചോദിച്ചു. ഞാനിപ്പോൾ YWCAയിലാണ്, വൈഗ പറഞ്ഞു. അവിടെ എന്താ കേസ്? കേസല്ല, കാർത്തികിനെ പോലെ തന്നെ ഞാനും വീട് വിട്ടിറങ്ങി. അമ്മയോട് വഴക്കിട്ട്. അത്ര തന്നെ. താൻ തമാശ പറഞ്ഞതാ? അല്ലടോ, സത്യം. ഐ കാൻ ബിലീവ് ഇറ്റ്. സത്യമാണ്, അങ്ങനെ സംഭവിച്ചു. എന്താ ഉണ്ടായത്? വരുൺ ദേവിൻ്റെ പേരൻസ് വീട്ടിൽ വന്നു എന്നെ കാണാൻ. വൈഗ സംഭവം വിവരിച്ചു. ഞാൻ അവരോട് സംസാരിച്ചത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു ശത്രുവിനെ പോലെയാണ് അമ്മ എന്നെ നേരിട്ടത്. വൈഗ തുറന്നു. അമ്മയുടെ മനസ്സ് ശരിക്കും പതറുന്നുണ്ട്. ആ പതർച്ച കുറേ ഇത്തിക്കണ്ണികൾ മുതലെടുക്കുന്നുണ്ട്. ആരെന്ത് തിരിച്ചു വച്ചാലും അപ്പോഴപ്പോൾ അമ്മ പൊട്ടിത്തെറിക്കുന്നു. സതി ആൻറ്റി, സാവിത്രി ആൻറ്റി, സാജേട്ടൻ മൂവരും എനിക്കെതിരെ തുറന്ന യുദ്ധത്തിലാണ്. കരുവാക്കിയിരിക്കുന്നത് അമ്മയെ. അത് ശരി. പണ്ട് ശിഖണ്ഡിയെ തേരിന് മുമ്പിൽ ആയുധമായി നിർത്തിയിട്ട് ഭീഷ്മരെ വീഴ്ത്തിയ അർജുനൻ്റെ അതേ തന്ത്രം. അമ്മ പാവം അതറിയുന്നില്ലല്ലോ. താൻ അറിയുന്നുണ്ടല്ലോ വൈഗ. എന്നിട്ടാണോ താൻ പോന്നത്? പോന്നത് മനഃപൂർവ്വം, വൈഗ പറഞ്ഞു. എന്ന് വെച്ചാൽ അത് വഴിയെ അറിയാം. തൽക്കാലം ഇത് വൈഗ IPSൻ്റെ ഒരു തന്ത്രം മാത്രമാണെന്ന് അറിയുക. നമ്മൾ രണ്ടാളുമേ അറിയാവൂ. താൻ ആള് കൊള്ളാലോ. അപ്പം ഞാൻ വരട്ടിയാലും ഉപദേശിച്ചാലും താൻ വീട്ടിലേക്ക് ഉടനെ തിരിച്ചു പോകുന്നില്ല? ഇല്ല. ശത്രുക്കൾക്കിടയിൽ അമ്മ തനിച്ചാവില്ലടോ, കാർത്തിക് ചോദിച്ചു. വൈഗ മറുപടി പറഞ്ഞില്ല. കോള് കട്ടായി. അങ്ങനെ ചോദിക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നി കാർത്തികിന്. ലാപ്ടോപ്പിലേക്ക് നോക്കി അയാൾ മിഴിച്ചിരുന്നു. അതിൽ പൂർത്തിയാക്കാതിരുന്ന എസ്റ്റിമേറ്റ് അതേപടിയുണ്ട്. വൈകിയുടെ കണ്ണുകളപ്പോൾ തുളുമ്പിത്തോവുകയായിരുന്നു. ശത്രുക്കൾക്കിടയിൽ അമ്മ തനിച്ചാവില്ലെന്ന്. കാർത്തികിൻ്റെ ചോദ്യം അവളുടെ കരളിൽ കൊണ്ട് മുറിവേറ്റതുപോലെ തോന്നി. അമ്മ തനിച്ചാണ്, അറിയാം. അത് ഓർക്കുമ്പോൾ സങ്കടമുണ്ട്. പക്ഷെ അമ്മയ്ക്ക് ശക്തമായൊരു കോട്ട അവിടെയുണ്ട്. അച്ചമ്മ. അച്ചമ്മ അമ്മയുടെ അമ്മായി അമ്മ ആയിട്ടല്ല,
ഒരിക്കലും പെറ്റമ്മ തന്നെയാണ്. ആ രക്ഷയും സുരക്ഷിതത്വവും എന്നുകൊണ്ട്. വൈകം എഴുന്നീര് തുടച്ചു. സെൻറ് മേരീസ് ഹോസ്പിറ്റലിൽ നിന്നും സീന ജെയിംസിനെ ഡിസ്ചാർജ് ചെയ്ത് ജെയിംസും ഷേർലിയും വീട്ടിലേക്ക് വന്നു. കൈത്തണ്ട മുറിഞ്ഞതോടെ ചോർന്നുപോയ രക്തം സീനയെ ക്ഷീണിതയാക്കിയിരുന്നു. ആരോഗ്യം വീണ്ടെടുത്തിട്ട് പോയാൽ മതിയെന്ന് ഡോക്ടർ ബേബി സാമുവൽ എത്ര പറഞ്ഞിട്ടും ജെയിംസ് വകവച്ചില്ല. വീട്ടിലെത്തിക്കഴിഞ്ഞ് ജെയിംസ് കടയിൽ പോയി കുറേ ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നു, കൂടെ കരിമീനും. എത്ര ദിവസമായി ഹോസ്പിറ്റലിൽ താമസവും അവിടുത്തെ ആഹാരവും കഴിക്കുന്നു. നാവും മരവിച്ചു. വായ്ക്ക് രുചിയായി ഇന്നെങ്കിലും ഇത്തിരി ആഹാരം കഴിക്കണം, ജെയിംസ് പറഞ്ഞു. ഷേർലിയും സമ്മതിച്ചു. ചിക്കൻ നന്നായി മുളകും മസാലയും ചേർത്ത് കറിയാക്കി. കരിമീൻ ഫ്രൈ ചെയ്തു. അച്ചിങ്ങ മെഴുക്ക് പുരട്ടിയത്, തൈര്, പപ്പടം, അച്ചാറ്. ഷേർലി വിഭവങ്ങൾ റെഡിയാക്കി ടേബിളിൽ നിരത്തി. രാത്രി നന്നേ ഇരുട്ടുകയാണ്. സീന എല്ലാം കാണുന്നുണ്ടായിരുന്നു. മമ്മി എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്? അവൾ ചോദിച്ചു. ആര് കഴിക്കാനാ? ആർക്കാ വിശപ്പ്? എന്നും നമ്മളിങ്ങനെ വിശപ്പ് സഹിച്ച് കഴിയാക്കാതിരിക്കുന്നത് എങ്ങനെ മോളെ? മകളുടെ അടുത്ത് ചെന്ന് ഷേർലി ചോദിച്ചു. ഇന്ന് പപ്പ എല്ലാം വാങ്ങിക്കൊണ്ടുവന്നതല്ലേ, പപ്പായ്ക്ക് വിശപ്പുണ്ടാവും. പപ്പയ്ക്ക് വേണ്ടി നമ്മളും കഴിക്കണം. പപ്പ എവിടെ പോയതാ? ഇപ്പോൾ വരും. പപ്പ താമസിക്കുമോ? മോൾക്ക് വിശപ്പായോ? എങ്കിൽ മമ്മി വിളമ്പിത്തരാം. വിശന്നിട്ടല്ല മമ്മി, പേടിച്ചിട്ടാ. സീന ചുരുണ്ടുകൂടിയിരുന്നു. ഷേർലി അവളുടെ അടുത്തേക്കിരുന്നു. അവളുടെ മുടിയിഴകളിൽ തലോടിക്കൊണ്ട്. മമ്മിയുടെ പൊന്നുമോളിങ്ങനെ പേടിക്കാതെ. അവരിനിയും വരും മമ്മി, ഇവിടെയും വരും പോലീസ്. ഇല്ല, ഇനി ആരും വരില്ല, പോലീസും വരില്ല. ഇനി ആര് വന്നാലും അവരുടെ മുമ്പിൽ കിടന്ന് ഞാൻ ചാകും, സീന പറഞ്ഞു. മരിക്കാൻ എത്ര തവണ ശ്രമിച്ചു, എല്ലാം പരാജയപ്പെട്ടു. ഇനിയും നിന്റെ ആഗ്രഹം മരിക്കണം തന്നെയാണോ മോളെ? ഷേർലി സീനയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ഞാൻ ജീവിച്ചിരുന്ന അവർ വരും. എൻ്റെ അനുഭവം നീനയ്ക്കും വരുമെന്ന് അവർ പറഞ്ഞത് മമ്മി കേട്ടില്ലേ? സീനയുടെ ശബ്ദം തൊണ്ടയിൽ വിറകൊണ്ടു നിന്നു. ഷേർലി മകളുടെ വിറയ്ക്കുന്ന തൊണ്ടയും ഭീതി നിറഞ്ഞ മുഖവും ശ്രദ്ധിച്ചു. എത്ര മനോഹരിയായിരുന്നു തൻ്റെ മോള്. വെളുത്ത റോസ് നിറമാർന്ന വിരിഞ്ഞ പുഷ്പം. ഇപ്പോഴോ വാടിക്കൂമ്പിയിരിക്കുന്നു, കരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഷേർലി തൻ്റെ റൂമിലേക്ക് കയറി. തൻ്റെ വാനിറ്റി ബാഗ് എടുത്ത് അതിൽ നിന്നും കുറേ ഗുളികകളുടെ സ്ട്രിപ്പ് വാരിയെടുത്തു. അതുമായി തിരികെ വന്നു. മോൾക്ക് മരിക്കണമെങ്കിൽ മമ്മി സഹായിക്കാം. ഇത്തവണ നീ പരാജയപ്പെടില്ല, ഷേർലി പറഞ്ഞു. സീന ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. മമ്മി എന്താ പറഞ്ഞത്? മരിക്കാൻ മമ്മി സഹായിക്കാമെന്നോ? ഇത് കണ്ടോ, എൻ്റെ കയ്യിലിരിക്കുന്ന ഉറക്ക ഗുളികകളാണ്. ഒരുപാടുണ്ട്. സീന കണ്ടു. മമ്മിയുടെ കയ്യിലിരിക്കുന്ന ഗുളികകൾ അടങ്ങിയ സ്ട്രിപ്പുകൾ. പല മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നായി നിൻ്റെ പപ്പ വാങ്ങിക്കൊണ്ടുവന്നതാണ് ഇത്. ഇത്രയധികം എന്തിനാ മമ്മി? നമുക്ക് ഒരുമിച്ച് മരിക്കാൻ. ഒരുമിച്ചോ? സീനയുടെ കണ്ണുകൾ തുറന്നുപടിയായിരുന്നു. അതെ, ഒട്ടും പതറിയില്ല ഷേർലിയുടെ ശബ്ദം. വേണ്ട, വേണ്ട മമ്മി, ഭീതിയോടെ അവൾ പറഞ്ഞു. മമ്മി മരിക്കണ്ട, പപ്പയും മരിക്കണ്ട. ഞാൻ മാത്രം മരിച്ചാൽ മതി. നീ മരിച്ചാൽ പിന്നെ മമ്മി എന്തിനാ ജീവിച്ചിരിക്കുന്നത്? പപ്പ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? എൻ്റെ മോള് പറ. നീന, അവൾക്ക് പിന്നെ ആരുണ്ട് മമ്മി? അവൾ പാവല്ലേ, അവൾക്ക് ജീവിക്കണ്ടേ? അവൾ ഒറ്റയ്ക്കാവില്ലേ? വേണ്ട, അവളും ജീവിക്കണ്ട, ഉറച്ച സ്വരത്തിൽ ഷേർലി പറഞ്ഞു. നീനയുടെ കണ്ണുകളുടെ വട്ടം കുറഞ്ഞു, മുഖം ചുളിഞ്ഞു. മമ്മി എന്താ അങ്ങനെ പറഞ്ഞത്? അവളോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. അവൾ കോയമ്പത്തൂരിൽ നിന്നും എപ്പോഴോ തിരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ടൗണിലെത്തും. അവളെയും കൊണ്ട് വരാനാ പപ്പ പോയത്. എന്തിന്? സീന നടുക്കത്തോടെ ഷേർലിയെ നോക്കി. ഈ ഉറക്ക ഗുളികൾ മുഴുവൻ പൊട്ടിച്ച് ചോറിനുള്ളിൽ കലർത്തു. എന്നിട്ട് ഇറച്ചിയും മീനും ഒക്കെ കൂട്ടി നമ്മൾ 4 പേരും അത് കഴിക്കും ഒരുമിച്ച്. കൊടുങ്കാറ്റടിച്ചതുപോലെ, ചുഴിയിൽപ്പെട്ടതുപോലെ സീന നിന്ന നിൽപ്പിൽ വട്ടം കറങ്ങി. എന്നിട്ടവൾ ഷേർലിയെ കടന്നു പിടിച്ചു. വേണ്ട മമ്മി, വേണ്ട. അവൾ അവരെ പിടിച്ചുലച്ചു. എന്നെ പ്രതി നിങ്ങൾ 3 പേരും കൂടി. അയ്യോ വേണ്ട മമ്മി, നീനയെ കൊല്ലല്ലേ. അവൾ പാവം മമ്മി, പാവം. അവൾ ജീവിച്ചിരുന്നാൽ പിന്നെ അവളെ വച്ചാവും മാമാരുടെ ഭീഷണി. ഇനി ഇതും വയ്യ. അന്തസ് കെട്ട് അപമാനപ്പെട്ടുള്ള ഈ ജീവിതം ഇതിന് വേണ്ട. ഇതിൽ ഭേദം മരണമാണ് മോളെ, ഷേർലി പതറാതെ പറഞ്ഞു. എന്നിട്ട് ഒരു ചെറിയ പ്ലേറ്റ് എടുത്ത് ടേബിളിലേക്ക് വെച്ചു. സ്ട്രിപ്പ് പൊട്ടിച്ചു.
ഗുളികകൾ ഒന്നൊന്നായി ആ പ്ലേറ്റിലേക്ക് ഇട്ടു. മമ്മി പ്ലീസ്. സീന കേണു. ഷേർലി ചുണ്ടത്ത് വിരൽ വെച്ചു. മിണ്ടരുതെന്ന് ആംഗ്യം കാട്ടി. ഉറച്ച തീരുമാനത്തിൽ അവളുടെ മുഖവും കണ്ണുകളും ഒരുപോലെ ചുവന്ന് വീങ്ങിത്തുടങ്ങിയിരിക്കുന്നു. സീന ഭയത്തോടെ ഒതുങ്ങി നിന്നു. നിൽക്കുന്ന നിൽപ്പിൽ താൻ മാത്രം ഈ ഭൂമി പിളർന്നങ്ങ് താണ് പോയെങ്കിലെന്ന് അവൾ ആശിച്ചു. ഷേർലി ഗുളിക മുഴുവൻ പൊളിച്ചെടുത്തു. കിച്ചണിൽ നിന്നും മസാലയും മറ്റും പൊടിക്കുന്ന ചെറിയ ഉരൽക്കല്ലും പിള്ളക്കല്ലും എടുത്ത് ടേബിളിന് മുകളിൽ വെച്ചു. ഗുളിക അപ്പാടെ അതിലേക്കിട്ട് അത് അരച്ചു പൊടിച്ചു. സീന നോക്കി നിൽക്കെ ഷേർലി ആ പൊടി മുഴുവൻ കാസ്ട്രോളിലുള്ള ചൂടുള്ള ചോറിനുള്ളിലേക്കിട്ട് നന്നായി ഇളക്കി. സീനയ്ക്ക് കരൾ പഴുത്തു. പക്ഷെ ഷേർലിക്ക് കൈ വിറച്ചില്ല. കരൾ പഴുത്തതുമില്ല. അപ്പോഴേക്കും കേട്ടു മുറ്റത്തെ കാറിൻ്റെ ശബ്ദം. മമ്മി. നീന. സീന പറയാനാഞ്ഞു. ഷേർലി ഗൗരവത്തോടെ വീണ്ടും ചുണ്ടത്ത് വിരൽ മുട്ടിച്ചു. അവൾക്കൊന്നും അറിയില്ല. ഇവിടെ നടന്നതൊന്നും അറിയില്ല. അതുകൊണ്ട് നീ നടക്കുന്നതും അവൾ അറിയണ്ട. നീ പറയണ്ടെന്ന് മനസ്സിലായോ? മമ്മി പ്ലീസ്. സീന ഷേർലിയുടെ കാലിൽ കെട്ടിപ്പിടിച്ചു. ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. മമ്മിയും പപ്പയും അവളും ജീവിക്കണം. ഷേർലി മകളുടെ പിടുത്തം കാലിൽ നിന്നും പിടിവിച്ചു. എന്നിട്ട് പാറ പോലുറച്ച മനസ്സുമായി സിറ്റൗട്ടിലേക്ക്. 2 മാസത്തിന് ശേഷം ആദ്യമായി വീട്ടിലേക്ക് വരുന്ന ഇളയ മകളെ സ്വീകരിക്കാൻ. മമ്മി. കാറിൽ നിന്നും ജെയിംസിനൊപ്പം ഇറങ്ങിയ നീന ഓടി വന്ന് ഷേർലിയെ കെട്ടിപ്പിടിച്ചു. ഒരുപാട് നാളുകൂടി മമ്മിയും പപ്പയൊക്കെ കാണുന്നതിൻ്റെ ത്രില്ലിലാണ് അവൾ. ഫ്രില്ല് വെച്ച ലോങ് മിഡിയും ഗ്ലാസ് വർക്കും ചെയ്ത ടോപ്പുമായിരുന്നു അവളുടെ വേഷം. ഒരു ചെറിയ കുട്ടിയെപ്പോലെ തോന്നിച്ചു. സീനേച്ചി വന്നെന്ന് പപ്പ പറഞ്ഞു. ആളവിടെ? പ്രസരിപ്പോടെ അവൾ അകത്തേക്ക് കുതിച്ചു. എന്നതാടി സീനേച്ചിയുടെ വിശേഷം? എന്തിനാ പെട്ടെന്നിങ്ങ് വരാൻ പറഞ്ഞ്? നീന വിറങ്ങലിച്ചു നിൽക്കുന്ന സീനയെ കഥയറിയാതെ വട്ടം കെട്ടിപ്പിടിച്ച് ആഹ്ലാദത്തോടെ നൃത്തച്ചൂട് വെച്ചു. എത്ര നാളെയടി ചേച്ചി നിന്നെ കണ്ടിട്ട്? പപ്പയോട് ഞാൻ ചോദിച്ചു എന്തിനാ ഞാൻ വരാൻ പറഞ്ഞതെന്ന്. അത് വലിയ സസ്പെൻസാണെന്ന് ഇവിടെ വരുമ്പോൾ പറയാമെന്നും പറഞ്ഞു. എന്നതാടി, നിനക്ക് വല്ല പ്രപ്പോസലും ആയോ? അത് തന്നെ കാര്യം, ഷേർലി പറഞ്ഞു. സീന മമ്മിയെ ധീനമായി ഒന്ന് നോക്കി. എവിടുന്നാ മമ്മി? ആരാ സീനച്ചിയെ കെട്ടാൻ വരുന്നേ? നീന സീനയെ വിട്ട് ഷേർലിക്ക് നേരെ നോക്കി. അതൊക്കെ വിശുദ്ധമായി പറയാം മോളെ, ജെയിംസ് പറഞ്ഞു. അയാളുടെ മുഖവും കടുത്ത പാറ പോലെ ഉറച്ചിരുന്നു. നീ ഇത്ര ദൂരം യാത്ര കഴിഞ്ഞ് വന്നല്ലേ, ഒന്ന് ഫ്രഷായി വന്നാലേ നമുക്ക് ആഹാരം കഴിക്കാം. എനിക്കും വിശക്കുന്നുണ്ട്. ആഹാരം കഴിഞ്ഞിട്ട് എല്ലാം വിശദമായി പറഞ്ഞുതരാം. പോരെ? മതി, ആഹാരം കഴിഞ്ഞ് മതി. പക്ഷെ ഫ്രഷ് ആവുന്നില്ല പപ്പ. അതിനുള്ള ക്ഷമയില്ല. പ്ലീസ് പപ്പ, ഒരാനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. നമുക്കാദ്യം ആഹാരം കഴിക്കാം. തോളിൽ കിടന്നിരുന്ന വാനിറ്റി ബാഗ് വലിച്ചെറിഞ്ഞിട്ടവൾ ടേബിളിൻ്റെ അടുത്തേക്ക് ഓടി. കാസറോളുകളുടെ മൂടിയെടുത്ത് രുചികരമായ വിഭവങ്ങളുടെ മണം. ഹായ്, ഇറച്ചിയും കരിമീൻ പൊരിച്ചതും. അയ്യ, അവൾ പ്ലേറ്റ് എടുത്തു കഴിഞ്ഞു. വിളമ്പാൻ ശ്രമിച്ചു. ഹോസ്റ്റലിലെ ഉണക്കച്ചപ്പാത്തിയും ഇറച്ചി പുഴുങ്ങിയതും കൂട്ടി മടുത്തു. നല്ല എരിവുള്ള ഇറച്ചി കൂട്ടിയ കാലം മറന്നു. കഴിക്കാൻ മോളെ, ഒന്ന് പ്രാർത്ഥിച്ചിട്ട്, ഷേർലി പറഞ്ഞു. അവളുടെ കയ്യിൽ നിന്നും പ്ലേറ്റ് വാങ്ങി വെച്ചു. ഇപ്പോൾ പ്രാർത്ഥിക്കണം മമ്മി, കഴിച്ചിട്ട് പോരെ? നീന ചെറിയ കുട്ടിയെപ്പോലെ ചിണുങ്ങി. പോരാ, പ്രാർത്ഥിച്ചിട്ട് കഴിക്കുന്നതാണ് നല്ലത്, ഷേർലി കർക്കശമായി പറഞ്ഞു. ഈ മമ്മിയുടെ ഓരോ പുതിയ ശീലങ്ങൾ. നീന ഹാളിലെ യേശുദേവൻ്റെ ക്രൂശിത രൂപത്തിന് മുമ്പിലേക്ക് വന്നു. ജെയിംസ് പ്രാർത്ഥന തുടങ്ങിയിരുന്നു. സീനയെ ബലമായി പിടിച്ചുകൊണ്ട് ഷേർലിയും അങ്ങോട്ട് വന്നു. ജ്വരം ബാധിച്ചതുപോലെ സീനയുടെ ശരീരം പൊള്ളി വിറച്ചു. ക്രിസ്തുവിൻ്റെ രൂപം അവളുടെ കണ്ണിൽ പെട്ടതേയില്ല. എന്നിട്ടും കണ്ണീരോടെ അവൾ ചോദിച്ചു, എന്തിനാ കർത്താവേ ഞങ്ങളെങ്ങനെ ശിക്ഷിച്ചത്? ഞാനെന്ത് തെറ്റ് ചെയ്തതാ? എൻ്റെ മമ്മിയും പപ്പയും എന്ത് തെറ്റാ ചെയ്തത്? എൻ്റെ പാവം അനിയത്തി നീന, അവളൊരു തെറ്റും ചെയ്തിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടുമില്ല. അവളെയും ശിക്ഷിക്കണോ? നീനയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ഒഴുകി. ജെയിംസിൻ്റെയും ഷേർലിയുടെയും മിഴികളിൽ പൊടിഞ്ഞത് രക്തമാണ്. കർത്താവേ, ഞങ്ങളോട് പൊറുക്കണമേ. ഞങ്ങൾക്കിനി ഈ ഭൂമിയിലിടമില്ല. അങ്ങോട്ട് വരുന്ന ഞങ്ങളെ 4 പേരെയും നിൻ്റെ നെഞ്ചിടത്തിൽ സൂക്ഷിക്കണമേ. അവരിരുവരും പ്രാർത്ഥിച്ച് കുരിശു വരച്ചു. പ്രാർത്ഥന തീരുന്നത് നീന വീണ്ടും ടേബിളിനടുത്തേക്ക് ഓടി. പ്ലേറ്റ് എടുത്തു.
കാസറോളിൽ നിന്നും തവി കൊണ്ട് ചോറ് പ്ലേറ്റിലേക്ക് വിളമ്പിക്കഴിഞ്ഞു. ആവി പറക്കുന്ന കുത്തരിച്ചോറ്. സ്ലീപ്പിംഗ് പിൽസിൻ്റെ മണം അറിയുന്നതേയില്ല അവൾ. സീന കണ്ടു അത്. മോളെ വേണ്ട. സീന അങ്ങോട്ട് ചെന്നു. സീന, ഷേർലി വിളിച്ചു, ഒരു താക്കീത് പോലെ. സീന നടുങ്ങി. നീ ഒരുക്ക്, ഞാൻ വിളമ്പിത്തരാം, ഷേർലി പറഞ്ഞു. ഷേർലി മെല്ലെ ചെന്ന് നീനയുടെ അടുത്തിരുന്നു. ഷേർലി അവളുടെ മുമ്പിലും പ്ലേറ്റ് വെച്ചു. കാസറോളിൽ നിന്നും ആവി പറക്കുന്ന ചോറ് വിളമ്പി. കൊലച്ചോറ്. സീന അതിലേക്ക് തുറച്ചു നോക്കി. ഷേർലി ഇറച്ചിക്കറിയും മീൻ പൊരിച്ചതും അച്ചിങ്ങാത്തോരനും പപ്പടവും അച്ചാറും ഒക്കെ വിളമ്പി. മമ്മയും പപ്പയും ഇരിക്കുന്നില്ലേ? നീന ചോദിച്ചു. അവൾ ചോറ് ഉരുട്ടി കഴിഞ്ഞു. നിങ്ങൾ കഴിക്കും മക്കളെ, ഷേർലി പറഞ്ഞു. ഹൃദയം വരഞ്ഞ് മുളക് പുരട്ടുന്ന നീറ്റിൽ മറച്ചുകൊണ്ട് 10 മാസം ചുവന്ന് നൊന്തു പറ്റെടുത്ത തൻ്റെ പൊന്നുമക്കളാണ് മുമ്പിൽ. പൊന്നുപോലെ കരുതി വളർത്തി. ഇപ്പോൾ ഇതാ ആ പൊന്നുമക്കളെ കൊല്ലുന്നു. താലോലിച്ച ഇതേ കൈകൾ കൊണ്ട് ശക്തി കൂടി ഉറക്കമരുന്ന് ചേർത്ത് ചോറ് വിളമ്പിക്കൊടുത്തിരിക്കുന്നു. ഷേർലി ജെയിംസിൻ്റെ വിരൽത്തുമ്പിൽ മക്കൾ കാണാതെ മുറുകെ പിടിച്ചു. ജെയിംസ് തിരിച്ചും. പ്രിയമുള്ളവരെ, നമ്മുടെ നോവൽ ഇന്ന് കുറച്ച് ലെങ്ത് കൂട്ടിയാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് അധ്യായങ്ങൾ ഇനിയും പിന്നിടാനുണ്ട്. നോവൽ ഇവിടെ തുടരുകയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമ്മളെത്തും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ലെങ്ത്ത് നമ്മൾ ഇത്രയും കൂട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നമുക്കിനിയും തുടർന്ന് ലെങ്ത്ത് കൂട്ടി അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ പഴയതുപോലെ 30 മിനിറ്റ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോരട്ടെ. വീണ്ടും കാണാമെന്നുള്ള വിശ്വാസത്തിൽ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.